ഹലോ ഗൈസ്, സുഖല്ലേ? ഞായറാഴ്ച ആയാലും വിചാരിക്കും നല്ലോണം ഉറങ്ങാന്ന്. ഏടകൈന്ന് രാവിലെ എണീക്കും. ഒരാൾ ഉറങ്ങുന്ന കാണുമ്പോ ഭയങ്കര ആശയാവും. ഇതങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഉറങ്ങുന്നത് നമുക്കാവൂലപ്പോ. നല്ല ഉപ്മാവും മീൻകറിയും കൂട്ടിയിട്ട് ഇന്നത്തെ ദിവസം അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. കോളേജിൽ പഠിച്ച ചങ്ങായിമാരെല്ലാം ഈ ഭാഗത്തെല്ലാം ഉണ്ട്. അങ്ങനെ ഒരുമിച്ച് കൂടിയാലോ എന്ന് മുമ്പേ ഉണ്ട് പ്ലാൻ ചെയ്യുന്നത്. കുറെ വർഷത്തിന് ശേഷം, അല്ല കുറെ വർഷമൊന്നുമില്ല, കുറച്ച് വർഷത്തിന് ശേഷം നമ്മളെല്ലാരും ഒരുമിച്ച് കൂടി. അങ്ങനെയെല്ലാം കാണുമ്പോൾ ഭയങ്കര രസമാണല്ലേ. കുറെ കാലമായല്ലേ ഇവരെല്ലാം കണ്ടിട്ട്. അങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായി. അങ്ങനെ എല്ലാരും കൂടിയിട്ട് ഫുഡ് കഴിക്കാനെല്ലാം പോയി. നല്ല മന്തിയിൽ ഓർഡർ ആക്കിയിട്ട് നല്ല രീതിയിൽ വയ്ക്കുന്നുണ്ട്. നല്ല ചൂട് കുനാഫല കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആ സിറപ്പ് വെച്ചിട്ട് കുറച്ച് ഞാൻ തിന്ന് ഷുഗറെല്ലാം കട്ട് ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷെ ഇതെല്ലാം കാണുമ്പോൾ എങ്ങനെ തിന്നാതിക്കല്. അങ്ങനെ എല്ലാരും കൂടിയിട്ട് ഫോട്ടോ എടുത്തിട്ട് നമ്മളവിടെ തോന്നി ഇന്നെന്റെ മെസ്സൈന് കടലാക്രമണം. നല്ല കടലക്കറി വെക്കേണ്ട പരിപാടിയാണ്. ഉള്ളിയെല്ലാം മുറിഞ്ഞുകൊണ്ടുണ്ട്, കണ്ണെല്ലാം കത്തിക്കൊണ്ടുണ്ട്. നമ്മളെ കടലെല്ലാം വെള്ളത്തിലിട്ടിട്ടാ പോയിന്. വരുമ്പോ നല്ല മാതിരി സെറ്റ് ആയിട്ടുണ്ട്. കൂടെ പഠിച്ച പുള്ളെല്ലാം പറയുന്നത് നീ ഇങ്ങനെല്ലാം ഫുഡ് ഉണ്ടാക്കോ, ഭയങ്കരത്തിൽ ഉണ്ടാക്കുന്നല്ലാന്ന്. നമുക്കെല്ലാം അറിയാം നമ്മ ഉണ്ടാക്കുന്നത്. കാരണം ഉണ്ടാക്കിയേ പറ്റൂ, ഇല്ലെങ്കിൽ പട്ടിണി എടുക്കണം. വേറെ ആരും ഉണ്ടാക്കി തരാനൊന്നുമില്ലല്ലോ. വിചാരിച്ച് ഈ പൊമ്പുള്ളർക്കെല്ലാം നല്ല പാല് വെക്കാൻ അറിയുന്ന. അപ്പൊ ഓരോന്നിനും ഒരു മണ്ണാങ്കട്ടി അറിയില്ലാന്ന് ഇപ്പോലെ മനസ്സിലായത്. ഇത് വെക്കാൻ വലിയ പണിയൊന്നുമില്ല. ഉണ്ടാക്കി കൊളായതിന് ശേഷം ഇങ്ങനെല്ലാം വെക്കാനെ പഠിച്ചിന്. പിന്നെ യൂട്യൂബ് ഉണ്ടല്ലോ, അത് നോക്കി പഠിച്ച്. മസാല ഇടുന്നതെല്ലാം കണ്ടിനല്ല. അതിലേക്ക് എന്താക്കാ, തേങ്ങപ്പൂൾ ഉണ്ടെങ്കിൽ കുറച്ച് അരിഞ്ഞ് വറുത്തിട്ട് എന്താക്കാ അതിലേക്ക് ഇടാം. അങ്ങനെയാണെങ്കിൽ കടലയോട് കൂടി തിന്നുമ്പോണ്ടല്ല ഇത് ഇടക്കിടക്ക് കടിക്കുമ്പോൾ നല്ല രസം. കടലക്കറിക്ക് കട്ടി വിടാൻ വേണ്ടിട്ട് എന്താക്കി, കടലേനെ കുറച്ച് അരിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കടുകും വറ്റൽമുളകും കരിയാമലെല്ലാം വെച്ചിട്ട് കാച്ചിട്ട് എന്താക്കാം അതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് അവിടെ അടച്ചു നോക്കാം, സംഭവം സെറ്റ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ പാത്രം കഴുകലാന്ന്. എന്താ രസമല്ലേ. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് രാത്രി പരിപാടി ഉണ്ടായിന്. കണ്ണൂർ ഫെസ്റ്റ് ഉണ്ടായിന്. ഒന്ന് കാണാന്ന് വെച്ചിട്ട് പോയതാണ്. ഇങ്ങനെ ആളുണ്ടാവും വിചാരിച്ചിട്ട്. ഇപ്പൊ എന്താള് ഭയങ്കര പരിപാടി. ചെറിയ ഫുഡ് സ്റ്റാളും കാര്യമെല്ലാം ഉണ്ട് കേട്ടാ. ഭയങ്കരമായ പരിപാടിയും ഭയങ്കരമായ ആൾക്കാരും എല്ലാവരും ഭയങ്കരമായ എൻജോയ്മെന്റും. അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി വന്നിട്ട് നമ്മൾ വെച്ച കടലക്കറിയും കുറച്ച് ചോറും വെച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ടാ. അപ്പൊ ഓക്കെ, ബൈ.